ബാബു ബയാനി ആണോ ബാബുദ്ദലീലി അലാമൻ അന്ന മിൻ ഖിസാലിൽ ഈമാനിന അൻ യുഹിബ്ബ ലി അഖീഹിൽ മുസ്ലിമി മാ യുഹിബ്ബു ലി നഫ്സിഹി. അതുകൊണ്ട് പറയണം, അല്ലെങ്കിൽ പിന്നെ എന്റെ നഫ്സിന് ഭയങ്കര ഇഷ്ടമാണ് കിടന്നങ്ങ് ഉറങ്ങല്, അതുകൊണ്ട് നീ കിടന്നുറങ്ങിക്കൂടാ എന്ന് പറയല്ലെങ്കിൽ ഹൈറായ കാര്യമാവണം. ഹൈറായ കാര്യം എന്റെ നഫ്സിന് ഇഷ്ടമുള്ളത് അതെന്റെ സഹോദരനും ഞാൻ എന്ത് ചെയ്യണം, ഇഷ്ടം കാണിക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ബാബുദ്ദലീൽ ലക്ഷ്യത്തിൽ പറയുന്ന പാഠം ഏതാ? അല ഏതിന്റെ മേലുള്ള ലക്ഷ്യം? അല അന്ന മിൻ ഖിസാലിൽ ഈമാൻ വാടാ ഈമാന്റെ കാര്യങ്ങളിൽ പെട്ടതാണ് അയ്യുഹിബ്ബ അവൻ ഇഷ്ടം വെക്കൽ ലി അഖീഹി അവന്റെ അഖിന്. അഖ് എന്നുള്ളത് അൽ മുസ്ലിമീന നമൽ മുസ്ലിമൂന മുഅ്മിനൂന ഇഖ്വത്തുൻ എന്നൊക്കെ പറഞ്ഞില്ലേ നമ്മൾ. ആദം നബിയുടെ മക്കൾ എന്ന അടിസ്ഥാനത്തിൽ ബാക്കിയുള്ളവരെല്ലാവരും എല്ലാ സഹോദരന്മാരാണ്. അപ്പൊ മുസ്ലിമായ സഹോദരന്റെ കാര്യം പറഞ്ഞാണ് മാ യുഹിബ്ബു ലി നഫ്സിഹി മിനൽ ഖൈർ ഖൈറിനാൽ. ബാക്കിനെ ബയാൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞൊന്നും പറയണ്ട, എന്താ ബാക്കിനെ ബയാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുസ്ലിങ്ങൾ കാര്യത്തിലൂടെ പറയാനൊന്നുമല്ല, അങ്ങനെ തന്നെയാണ്. قال العلماء رحمه الله معناه لا يؤمن الإيمان التام എന്നതിന്റെ അർത്ഥം. ഇല്ല വാസുൽ ഈമാൻ യസുൽ ലിമൻ യകുൻ ബിഹാദിഹി സിഫത്തി. والمراد يحب لأخيه من الطاعات والأشياء المباحات എന്ന് മിനൽ ഖൈരി മാ യുഹിബ്ബു. ഖൈർ എന്ന് പറഞ്ഞു, ഖൈറിനകത്ത് താഴത്തും പെടും മുബാഹത്തും പെടും. അതുകൊണ്ട് ലാ യക്മലു ഈമാനു അഹദിക്കും എന്നാണ് വെക്കേണ്ടത്. ലായിമൻ ഈമാനില്ലെന്നുള്ളത് ചില ആൾക്കോ ഇത് ഭയങ്കര പാടാ, അങ്ങനെയാണ് പിന്നെ ഇങ്ങനെ ഈമാൻ നമുക്കൊന്നും കാണില്ലല്ലോ എന്ന്. അവന് ഈമാൻ കാണില്ലെന്നല്ല, ഈമാന്റെ കമാലിയത്ത് കാണില്ല എന്നാണ് അതിന്റെ അർത്ഥം വെച്ചു കൊടുത്താൽ മതി എന്ന് വേണ്ട. അത് ആലിക സഹുലിൻ അലൽ ഖൽബി സലീമി ഏടാ ഇന്നമായ യസ്റു അൽ ഖൽബി തഗൽ. സലീം അല്ലാത്ത ഖൽബിനാണ് അതൊക്കെ വലിയ വിഷമം വരുന്നത് എന്ന് വെച്ചു കൊടുത്തു. ബാബു ഹദ്ദസനാ മുഹമ്മദ് ബിൻ മുസന്ന വഇബ്നു ബശ്ശാർ ഖാല حدثنا محمد بن جعفر حدثنا شعبة قال سمعت قتادة يحدث عن أنس بن مالك عن النبي صلى الله عليه وسلم قال لا يؤمن أحدكم حتى يحب لأخيه എന്ന് പറഞ്ഞു. അവ قال അല്ലെങ്കിൽ പറഞ്ഞില്ല ജാരിഹി എന്നാണ്. ജാർ എന്ന് പറയുമ്പോൾ പിന്നെ മാഹിബിൻ നഫ്സിഹി ലഅഖീഹി ഔ ലിജാരിഹി എന്നാണ്. അഖീഹി എന്നതിന് അവിടെ മുസ്ലിം എന്ന് കൈ കൊടുത്തു, മനസ്സിലായില്ലേ? ജാറി എന്നത് അവിടെ കൈതും കൊടുത്തു. ഔ ഖാല ജാരിഹി ഇനി ഉണ്ടോ നോക്കുന്നല്ലോ. حدثني زهير بن حرب حدثنا يحيى بن سعيد عن حسين بن المعلم. അയാൾ മുഅല്ലിമായിരിക്കും, അറിയപ്പെട്ട മുഅല്ലിമാകുന്നതായിരിക്കും ഇല്ല. عن قتادة عن أنس عن النبي صلى الله عليه وسلم قال والذي نفسي بيده لا يؤمن أحدكم عبد അള്ളാന്റെ അബുദാണല്ലോ എല്ലാവരും. അപ്പൊ ആണ് മാത്രമല്ല പെണ്ണും പെടാനായിരിക്കാം ലാ യുമിനു അഹദു എന്നുണ്ട്. താഹിബലി ജാരിഹി എന്നുണ്ട്, ഔഖാലി അഖീന്നുണ്ട്, മാഹിബുൽ നഫ്സിഹി എന്ന് ഇല്ല. ബാബു ബയാനി തഹരീമി ഈദാഇൽ ജാർ. അയൽവാസി ദ്രോഹിക്കുന്നവർ ഹറാമാണെന്നതിൽ പറയുന്ന പാഠം. അയൽവാസിനെ നമ്മൾ ദ്രോഹിക്കുന്ന അവരോട് ജീവിച്ചോട്ടെ നോക്കണം. സ്വഭാവം കാണാൻ കാഫറനോ മുസ്ലിമനോ മാപ്പിളയൻ നോക്കുന്നു. حدثنا يحيى بن أيوب وقتيبة بن سعيد وعلي بن حجر جميعا عن إسماعيل بن جعفر. لا قال ابن أيوب حدثنا إسماعيل قال أخبرني العلاء والنبي
عن أبي هريرة أن رسول الله صلى الله عليه وسلم قال لا يدخل الجنة من لا يؤمن جاره بوائقه. അവന്റെ അയൽവാസി നിർഭയത്വമുള്ളവനാകണം. ബവായിഖഹു അല്ല, ഇവന്റെ അക്രമങ്ങൾക്ക്, ബായിഖത്തിന്റെ ജന്മം, ഇവന്റെ വിഷമതകൾക്ക്, ഇവന്റെ ഒരു വിഷമവും അയൽവാസി കേൾക്കരുത്. ഖൗലൻ വ ഫിഅലൻ വ ഇഅ്തിഖാദൻ ഒന്നും വേണ്ട. എന്താ അയൽവാസിയുടെ വസ്തു വിൽക്കാൻ നേരത്തെ ആൾക്കാരെ നോക്കുമ്പോൾ മേടിക്കലെന്ന് പറയാം. അത് ഖൗലൻ നിലയിൽ ഇതാണ്, അത് ചെയ്യാൻ പാടില്ല. അപ്പൊ അയൽവാസി കള്ളുകൂടിയനാണ് അവിടെ. ഇത് മോളെ ആലോചിക്കാൻ വന്നേ. അത് പിന്നെ നമുക്ക് ഇത് ആമ മഖ്സൂസാക്കേണ്ടി വരും. അന്നേരം അയൽവാസിയെ പറ്റി 20 കോലങ്ങളൊക്കെ ഉണ്ടല്ലോ. അയൽവാസിയാർ മുസ്ലിയാരെ മജലിസായിട്ട് അന്വേഷിച്ചു വന്നതാണ്. ആ മുസ്ലിയാരിലുള്ള മോശത്തരങ്ങൾ ആ നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കൽ, നാട്ടുകാരുടെ നീ കാവലാകണം. അത് കുഴപ്പമില്ല. മുസ്ലിയാരെ ഇവത്തല്ല, മറ്റവരുടെ അതൊക്കെ മുലാഹലയിൽ പോകുന്നതാണ്. ഇവത്ത് പറയാൻ ഹലാലായ കുറെ സ്ഥലങ്ങൾ പറഞ്ഞില്ലേ, തിരിഞ്ഞോ? അത് അതിലേ പെടുള്ളൂ. ഈ പറഞ്ഞതിനകത്ത് ഇങ്ങനെ ഇത് അത് ആമൻ മഖ്സൂസാണ്. ഓതാതെ അവിടെ മലയാളം എഴുതി കൊടുത്താലും ഇത് ആമൻ മഖ്സൂസ് അവർക്കെല്ലാം തിരിയും. ഇങ്ങനെ പറഞ്ഞാൽ കേട്ടാ. അതേപ്രകാരം തന്നെ ഖുർആനായത്തിനകത്ത് തന്നെ ഇല്ലേ, എത്തതാലേക്കും പഴുത്തദൂബി മിസ്ലിം എത്തതാലേക്കും എന്ന് പറഞ്ഞല്ല. അതും ഖുർആൻ ഷരീഫിന്റെ പ്രഖ്യാപനാണല്ലോ. അപ്പൊ അവരിങ്ങോട്ട് നമ്മളെ ആക്രമിച്ചാൽ നമ്മളെ അവരെ പ്രതിരോധിക്കൽ, ആ പ്രതിരോധം ബവായിക്കപ്പെടുത്തില്ല. മനസ്സിലായില്ല? അപ്പൊ അതിങ്ങനെ ആമായിട്ടങ്ങ് മനസ്സിലാക്കിയാൽ പോയാൽ അയൽക്കാരൻ വന്ന് വെട്ടാൻ കാണാൻ വെട്ടിക്കോ, എന്നെ ഒന്നും ചെയ്യല് നല്ല എന്റെ കിതാബിലുള്ളതെന്ന് പറഞ്ഞാൽ അങ്ങനെ മനസ്സിലാക്കണേന്. അതായത് കൊല്ലി മക്കാനിൻ മക്കാമും ഏതാ. അപ്പൊ ആയതും ഈ രണ്ട് മായന ഏതായാലും ഞാൻ ജവാബാൻ ലായത് ഒഫിമാന ലായതുൽ ജന്നത്താന്ന് പറഞ്ഞാൽ എന്തതിന്റെ അർത്ഥമെന്ന് ജവാബാൻ യജ്രിയാനി ബി കുല്ലിമാ അസ്ബഹ ആയതുമാന മുഹമ്മദ് അലാമ യസ്തഹില്ലുൽ ഈദാ, ഹറാമാണെന്ന് അറിയലോടുകൂടെ ഈദാഇനെ ഹലാലാക്കിയവരുടെ കാര്യമാണ്. ഹറാമിനെ ഹലാലാക്കൽ കുഫറാണല്ലോ. ഫഹാദാ കാഫിറുൻ, കാഫിറാണ് ഇവനെ സ്വർഗത്തിൽ കിടക്കില്ല എന്നുള്ളൊരു ഉറപ്പ് തന്നെ അല്ല. താനി മഅനാഹു ജസാഉഹു അല്ലാ യദ്ഖുലഹ വഖത ദുഖൂലിൽ ഫായിസിൻ ലാ യദ്ഖുൽ ജന്നത മഅ സാബിഖീൻ എന്നാണ് അതിന്റെ അർത്ഥം. അതിനുള്ള അദാബെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് എന്ത് ചെയ്യും, കിടക്കും എന്നതാണ്. മനസ്സിലായില്ലേ? ബൽ യുഅഖറു ഖദി തുമ്മ ഖദി യുജാദാ എന്ന് ഖദി യുഫഅന്നു യദ്ഖുലുഹാ വല തൗഹീദിന്റെ മേൽ ആര് വലിച്ചാലും മുസ്ലിം അൽ കബാറായാലും അവൻ സന്തോഷം ചെയ്തവനാണെങ്കിലോ മുസ്ലിം ആണെങ്കിൽ അവന്റെ കാര്യത്തിൽ നമ്മൾ ഫഹുവ ഇലല്ലാഹ് ഇൻഷാഅ അഫ ഇൻഷാഅ അദബ സുമ്മ അദ്ഖല എന്നതാണ് അഹ്ലു സുന്നത്തിന്റെ വിശ്വാസം. എന്താ ബാബുൽ ബാബുൽ ഹസ്സി അല ഇക്റാമിൽ ജാർ, അയൽവാസിയെ ആദരിക്കണം, ബഹുമാനിക്കണം. വല്ലൈഫ്, വിരുന്നുകാരെ ആദരിക്കണം, ബഹുമാനിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിടിച്ചതല്ല കുറെ എവിടെ ഇത് മടക്കി വെച്ചു.